നേതാക്കൾക്കും പ്രവർത്തകർക്കും ബാധ്യതയായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ചെറിയ പ്രായത്തിൽ തന്നെ മറ്റൊരു ജില്ലയിൽ നിന്നും രാഹുലിനെ MLA ആക്കിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്ന കണക്കുകൂട്ടലുകൾ ചെറുതായിരുന്നില്ല. പാലക്കാട് DCCയുടെ എതിർപ്പിനെ തള്ളിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുലിനെ ഷാഫി പറമ്പിലിന്റെ പകരക്കാരനാക്കിയത്. എന്നാൽ വിവാദങ്ങളുടെ കൂട്ടുകാരനായ രാഹുൽ കോൺഗ്രസിനെ കൊണ്ട് ചെന്നെത്തിച്ചതാവട്ടെ പടുകുഴിയിലും. KSU പിള്ളേരോട് ഉൾപ്പെടെ രാഹുലിന്റെ വികൃതികൾ തുടർന്നപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മക്കളും അതിനിരയായി. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനെയൊരു നേതാവിന്റെ പടിയിറക്കം. കൂടുതൽ ശബ്ദരേഖകൾ ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ രാഹുൽ MLA സ്ഥാനത്ത് ഇനിയും തുടരുമോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. പോറ്റി വളർത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് രാഹുൽ ഉണ്ടാക്കിയ വിവാദങ്ങൾ കൂടുതൽ തിരിച്ചടിയായത്. അതുകൊണ്ട് തന്നെ മാനം രക്ഷിക്കാൻ രാഹുൽ രാജിവെച്ചേ തീരൂ എന്ന നിലപാടിലാണ് സതീശൻ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയ്ക്കും ഇതേ നിലപാട് തന്നെയാണ്. ചെറുപ്പക്കാർ നിയമസഭയിൽ വരണമെന്നായിരുന്നു പാർട്ടിയുടെ തീരുമാനമെന്നും അത് ഇങ്ങനെയൊരു കുരുക്കാകുമെന്ന് കരുതിയില്ലെന്നുമായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. TN പ്രതാപനും ഷാനിമോൾ ഉസ്മാനുമെല്ലാം രാഹുൽ രാജിവെച്ചേ മതിയാകൂവെന്ന് തുറന്നു പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ ഗുരു ഷാഫി പറമ്പിൽ രാഹുലിനെ ചേർത്ത് പിടിച്ചപ്പോൾ രാജിക്കാര്യം ആലോചനയിൽ പോലും ഇല്ലെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ഒരു വേട്ടക്കാരന്റെ കൗശലത്തോടെ രാഹുൽ നടത്തിയ വിളയാട്ടങ്ങൾ തന്റെ കൂടെ അറിവോടെയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഷാഫിയുടെ നിലപാട്. കേട്ടുകേഴ്വിയില്ലാതെ കേരളം നേരിട്ട് കണ്ടും കേട്ടും അറിഞ്ഞ കഥകൾ അന്തരീക്ഷത്തിൽ നിറയുമ്പോൾ ഒരു ജനപ്രതിനിധിയായിരിക്കുവാൻ ജാള്യതയില്ലേ എന്നാണ് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ചോദിക്കുന്നത്. വിശ്വസിച്ച പെൺകുട്ടിയോട് ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിക്കുന്ന രാഹുലിന്റെ ശബ്ദം നമ്മൾ കേട്ടതാണ്. കണ്ടിട്ട് പോലുമില്ലാത്ത പെൺകുട്ടികളോട് ലൈംഗിക വൈകൃതങ്ങൾ ചാറ്റായി അയച്ചതും മലയാളികൾ കണ്ടു. ഇത്തരം ആഭാസതരങ്ങൾ അതിരുവിട്ട ഒരാൾ കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ തുടരുന്നത് നാടിന് മാനക്കേടാണെന്ന കാര്യം ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞാൽ നല്ലത്.